നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യഗണം. അത് KJV ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളത് പഠിക്കുമ്പോൾ, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ ഒരു ശരീരം. ആദാമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുൻപ് അവർക്കുണ്ടായിരുന്ന ശരീരത്തിന് തേജസ്സിൻ്റെ ശരീരമെന്ന് നമ്മൾ പറയും. പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടമായി, അവർ നഗ്നരായെന്നറിഞ്ഞു. തോട്ടം കാപ്പാൻ കൊണ്ടുവന്നാക്കിയ ദൈവം തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് കിടക്കുന്ന ഈ ഭരണാധിപന്മാരും ഈ വലിയ വലിയ പൊടിനും ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ആരാ? തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആ ഗുണം പിടിക്കാത്ത വർഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ്. വായിച്ചു പഠിച്ചോ റോമാലേഖനം 1-ാം അധ്യായത്തിന് 18 മുതൽ 32 വരെ. ഇപ്പൊ വായിക്കാം, പിന്നീട് വായിച്ചു പഠിച്ചു. ആണും പെണ്ണും തിരിച്ചറിയാൻ കഴിയാത്ത അല്ലേ? അവിടെ എഴുതിയേക്കുന്നത് വേണം, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അതങ്ങനെ പറഞ്ഞു പോയാൽ കൊള്ളത്തില്ല. ഒന്ന് വായിക്കാം റോമാലേഖനം. 18 മുതൽ എടുത്ത് വായിക്കുക ചെയ്യാം. ജനം കേൾക്കട്ടെ. ഇതൊക്കെ കേൾക്കട്ടെ. ഇതൊന്നും ആരും പ്രസംഗിക്കുന്നില്ല, ചുമ്മാ ചപ്പൻ ചോറും പറഞ്ഞുകൊണ്ടിരിക്കുക. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അടുത്ത അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് അറിയുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യ തേജസ്സുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവിടെ നിൽക്കട്ടെ, പിന്നെ വായിക്കണം മറിച്ചതല്ലേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി മാറി. അതിന് മുമ്പുള്ള വാക്യം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അവന്റെ നിത്യശക്തിയും ദൈവത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പൊ ലോകത്തിൽ ഈ ഭൂമിയെ നോക്കുമ്പോൾ, ആകാശത്തെ നോക്കുമ്പോൾ 19-ാം സങ്കീർത്തനം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേരെ പ്രസിദ്ധമാക്കുന്നു. ഈ ഭൂമിയെ നോക്കുമ്പോൾ, ഭൂമിയിലെ സൃഷ്ടികളെ നോക്കുമ്പോൾ, ഭൂമിയുടെ മറ്റു പല കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഒരു സൃഷ്ടാവാം ദൈവം ഉണ്ടെന്ന് ലോകത്തിന് മനസ്സിലാകും. ആ നിലയിലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ജീവി ഏതാന്ന് ചോദിച്ചാൽ ആരാ പറയാ? മനുഷ്യൻ എന്ന് പറയാ, ആനയെന്ന്. ലോകത്തെക്കാൾ കൂടുതൽ വിലയുള്ളത്. അതാ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഒരു വ്യക്തിത്വം മനുഷ്യൻ, the man of God. എന്നാൽ ഇന്ന് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജീവിയായി മാറി മനുഷ്യൻ. എന്തുകൊണ്ട്? ദൈവത്തെ വിട്ടുപോയി, ദൈവപ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി, ദൈവമായിട്ടുള്ളവന്റെ ബന്ധം മുറിഞ്ഞുപോയി. അരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘനം നടത്തിയോടുകൂടി അവനും അവന്റെ സന്തതി പരമ്പര മുഴുവൻ ശാപഗ്രസ്തമായി. ആ ശാപഗ്രസ്തമായ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ആ ഉൽപ്പത്തി പുസ്തകം തന്നെ പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആരാണ് ഈ ശാപഗ്രസ്തത്തിലേക്ക് പോകുവാൻ, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ആ പിശാചിന്റെ തലയെ തകർക്കുവാനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഇതൊക്കെ വലിയ വലിയ പഠനങ്ങളാണ്. കയറി വന്നതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ പ്രിയമുള്ളവരെ. അപ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവിടെ സകലം മാനവജാതിയുടെ തകർച്ചയാണ് പൗലോസ് ഈ കുഞ്ഞു വാക്യത്തിലെടുത്ത് പറയുന്നത്. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടുപോയി. ദൈവസൃഷ്ടിയായി ദൈവം സൃഷ്ടിച്ച മണിമകുടമായി ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, അവന്റെ ഹൃദയം ഇരുണ്ടുപോയപ്പോൾ അവൻ ആരായി?
പാപം ചെയ്യുന്ന, പാപത്തിൽ കിടന്ന് ഉരുളുന്ന, ദൈവകൽപ്പന ലംഘിക്കുന്ന ഒരു ഹീന ജീവിയായി മനുഷ്യൻ മാറി. താഴോട്ടുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവൻ ക്ഷയമുള്ള ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തെ ആരാക്കി മാറ്റിയവരെ, ഈ ജ്ഞാനികൾ എന്ന് പറയുന്നവര് ദൈവത്തെ ആരാക്കി മാറ്റി? ഞങ്ങളുടെ ഒരു ദൈവജനം പഠിപ്പിച്ച വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമായിരുന്നു, ഡൽഹിയില് വക്കീല്, ജഡ്ജിമാര് കോട്ടൊക്കെ കെട്ടി, തയ്യെല്ലാം കെട്ടി കോടതിയിൽ പോകുന്നതിന് മുൻപ് പശുത്തൊഴുത്തിൽ ചെന്നിട്ട് പശുവിന്റെ ചാന്തിഗ്രം കെട്ടി മൂത്രം ഒഴിക്കുമ്പോ 2 കൈ വെച്ചെടുത്തിരിക്കുക, അതാ തലയിലൊക്കെ തേച്ച് ജ്ഞാനിയായ മനുഷ്യൻ. ഹല്ലേലൂയ! എത്ര സത്യമാണ് ദൈവമക്കളെ. ഇന്നത്തെ പത്രത്തിലുണ്ട്, സ്വന്തം പിതാവ് സ്വന്തം മകളെ ഉപദ്രവിച്ചു, നശിപ്പിച്ചു. മനുഷ്യന്റെ തകർച്ച. ഹല്ലേലൂയ! സ്വന്തം മകൻ അമ്മയെയും സഹോദരങ്ങളെയും സ്വന്തം അനിയനെയും വിവാഹം കഴിക്കേണ്ട ഭാര്യയും ആ പെണ്ണിനെ എല്ലാത്തിനെയും വെട്ടിക്കൊന്നു, ഒരു 4-5 എണ്ണത്തിനെ വെട്ടിക്കൊന്നു. അവസാനം സഹിക്കാൻ വയ്യാതെ കയറി തൂങ്ങി ചത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ! ഹാങ് ആയത് ഇച്ചിരി കട്ടിയായിപ്പോയി, ശ്വാസം കിട്ടുന്നില്ല. വെന്റിലേഷൻ്റെ സഹായത്താലാണ് ഇപ്പോൾ ICU കിടക്കുന്നത്. ചിലപ്പോൾ മരിച്ചു പോകുമെന്ന് പറയും. മനുഷ്യൻ ആരായി മാറി? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തൊരു ജന്തുവായി മാറി. അതവിടെ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. ജ്ഞാനികൾ എന്ന് പറഞ്ഞവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ദൈവമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടായ മനുഷ്യൻ, ദൈവത്തെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതുകൊണ്ട്, അങ്ങനെ മാറ്റിയത് കൊണ്ട്, ദൈവത്തിന്റെ സ്വരൂപത്തെ വികൃതമാക്കിയത് കൊണ്ട്, ദൈവത്തെ തേജോവധം ചെയ്തത് കൊണ്ട് ദൈവം അവരെ കൈവിട്ട ചരിത്രമാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 32 വരെ എല്ലാ പാസ്റ്റർമാരും വായിച്ച് പഠിച്ച് പ്രസംഗിക്കണം. ഇന്നത്തെ ആധുനിക മനുഷ്യൻ തകർന്നു കിടക്കാനുള്ള വിഷയമില്ല. ദൈവത്തെ വിട്ടുപോയി. മനുഷ്യനിലും ദൈവത്തെ കാണാൻ തുടങ്ങി. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇപ്പോട്ടല്ലോ അല്ലേ, ഇന്നാള് പ്രസംഗിക്കാൻ വരുന്നു, അയ്യോ ഇന്നാള് വരുന്നു, അയ്യോ ഇന്നാള് വരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, കണ്ണൂരിൽ നിന്ന് വരുന്നു, കോഴിക്കോട്ടിൽ നിന്ന് വരുന്നു, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. മനുഷ്യ ദൈവങ്ങളായി. വല്ല മണ്ണാങ്കട്ടെ അറിയാമോ പ്രസംഗിക്കാൻ? ഞാനവരെ എന്താ പറയാ, പരസ്യമായി ആക്ഷേപിക്കുകയല്ല. ഈ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മീയ അനുഗ്രഹത്തിൽ നിന്ന് ജനത്തെ പ്രസംഗിച്ച് എങ്ങോട്ട് കൊണ്ടുപോവാം? ഭൗതിക അനുഗ്രഹത്തിലേക്ക്. ഈയിടയ്ക്ക് ബിരുദം പ്രസംഗിച്ചു, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ പോവാം. അവന്റെ ചില സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ദൈവത്തെ കാണാൻ കഴിയാത്. അവന്റെ അഹങ്കാരം ദൈവം അടിച്ചു തീർത്തത്. അപ്പൊ ഇനിയിപ്പോ പറയാം, നീ തിരിച്ചു പിടിക്കാൻ പോവാ. എന്തൊരു വിരോധാഭാസമാണ് ചിന്തിച്ചു. ചിലരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സമ്പത്തിനെ മാറ്റും, ചിലരെ ഉച്ചവരെ ഉടയവരെയൊക്കെ മാറ്റും, ചിലരെ ഏതെങ്കിലും പരിശോധനയോടെ കടത്തിവിടും, ചിലരെ ഏതെങ്കിലും വലിയ ക്രൈസിസിലൂടെ കടത്തിവിട്ട് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുത്തം വന്ന് പ്രസംഗിക്കുക, നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ ദൈവം പോവുക. അപ്പൊ എങ്ങനെ ഉണ്ടാകുന്നത്? ചിന്തിച്ചു നോക്കിയല്ലേ മക്കളെ. ഞാനിതൊക്കെ കേട്ട് എൻ്റെ കാത് തഴപ്പിച്ചിരിക്കുന്നുണ്ട്. എനിക്കിതിനോട് വളരെ സങ്കടവും വേദനയുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞ പത്യോപദേശം കേട്ടോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ സുവിശേഷം രണ്ടുണ്ട്. ഒന്ന് കോമൺ സാൽവേഷൻ, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുകയാണ്. 2 രക്ഷയിലേക്ക് നടത്തി, സ്നാനപ്പെടുത്തി, അഭിഷേകത്തിലേക്ക് നടത്തി, അവനെ ഉപദേശം പഠിപ്പിച്ച് കർത്താവിനെ ഒരുക്കുന്ന ഉപദേശത്തിന്റെ പഠിപ്പിക്കൽ സുവിശേഷത്തിന്റെ 2ാം ഭാഗം. അതാ സഭ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്.
അതാ സഭ നഷ്ടപ്പെടുത്തിയിരിക്കുന്നേ. രക്ഷിക്കപ്പെടുത്താൻ പുറകെ നടക്കും, സ്ഥാനപ്പെടുത്താൻ പുറകെ നടക്കും. അഭിഷേകമൊക്കെ പ്രാപിച്ച് ഏത് ആത്മാവാന്ന് ആരുണ്ട്? അന്യഭാഷ പറയും. ഇന്നലെ ഒരു സൗകര്യ പറയാ, എൻ്റെ മോള് ചർച്ചിൽ ചെല്ലുമ്പോൾ ഭയങ്കര അന്യഭാഷ, വീട്ടിൽ വന്ന പച്ചത്തെറിയ വിടും പറയും. വേദാത്മാവ്. ഞാൻ പറഞ്ഞു ദുരാത്മാവാണ്. ആ കൊച്ചിനോട് പ്രാർത്ഥിച്ചോ, ആ കൊച്ചിനോട് പ്രാർത്ഥിച്ചോ, അത് നശിച്ചുപോവത്. സഭയിൽ നിന്ന് ഇറങ്ങുന്നവർ അന്യഭാഷ നിർത്തത്തില്ല. വീട്ടിൽ വന്നാൽ അമ്മയും അച്ഛനെയൊക്കെ തെറിയ വിടും. എന്താ എൻ്റെ അർത്ഥം? ഇവിടെയാണ് പൗലോസിന്റെ ഒരു പഠനം വരുന്നത്. അത് കയറി വരാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. മറ്റൊരു ക്രിസ്തു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. ഇതാ കേരളക്കരയിലും ഭാരതത്തിലും ആഗോള വ്യാപകമായി ആ മാരകമായ ക്യാൻസർ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പത്യവചനം, പത്യോപദേശം പ്രസംഗിച്ച് ദൈവജനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവദാസന്മാർക്ക് ഒരു ചെറിയ ബുദ്ധിപദേശം. ഞാൻ ബാലത്തിലേക്ക് മടങ്ങിയില്ല. ഹല്ലേലൂയ. അപ്പോ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ അടുത്തത് തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. സ്വന്തം ശരീരങ്ങളെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. സ്വന്തം ശരീരത്തിലാണ് ഈ ഡ്രഗ്സ് കുത്തിവെക്കുന്നത്. സ്വന്തം ശരീരത്തിലാണ് ടിറ്റു അടിച്ചു കിടക്കുന്നത്. പടം പെന്തക്കോസ്തുകാർ വരെ അടിക്കാൻ തുടങ്ങിയെന്നാ പറയണ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ചെന്നാ ഉണ്ടെന്നാ പറയണത്. നമ്മുടെ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല, ഉപദേശിമാർ വിടത്തില്ല, ശക്തമായിട്ട് അതിനെ എതിർക്കും. എന്നാൽ പലരും ശരീരത്തിൽ പടം വരയ്ക്കും. ഈശോന്റെ പടം, ജായിന്റെ പടം, പിന്നെ പട്ടിയുടെ പടം, പൂച്ചയുടെ പടം ഒക്കെ വരച്ചു വെച്ചിരിക്കുക. സ്വന്തം ശരീരത്തെ എന്താക്കിയെന്ന് അപമാനിച്ചു. അടുത്ത ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി. അവിടെ നിൽക്കട്ടെ. എന്താ ദൈവത്തിന്റെ സത്യം? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ വ്യാജമായി പ്രസംഗിക്കുക. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്കിനെയാണ്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ പോകും ദൈവത്തിന്റെ കുഞ്ഞാട്. പാപമോചനം നൽകുന്ന ക്രിസ്തുവിനെ, ഭൗതികം തരുന്ന ക്രിസ്തുവിനെ ആയിട്ട് പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിനെ തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം മലിനപ്പെടുക ചെയ്യുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പില്ല. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നത്. ആകാശത്തിലെ പറവുകളെ നോക്കുവിന് ഉദിക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നു. അടുത്ത വാക്യം, സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഓ, എന്നിട്ട് പറഞ്ഞു, ഈ പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര നിഷേധമുണ്ട്. എന്തുവാ വചനത്തിന്റെ ഗാംഭീര്യം! ഞാൻ പറവജാതികളെക്കാൾ, മൃഗങ്ങളെക്കാൾ, ദൈവത്തിന്റെ മറ്റേത് സൃഷ്ടിയേക്കാൾ വിശിഷ്ടമാണ് മനുഷ്യനായ ഞാൻ. ഞാനെ, എന്നെ ഞാൻ തന്നെ വികൃതമാക്കുന്നു എന്ന് അവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് അല്ലേ? ഓ, സ്തോത്രം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കാൻ ഏർപ്പെടുന്നത് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. സൃഷ്ടിയെ ഭജിച്ചു. ഇനിയിപ്പോ ഏതൊക്കെ ദൈവങ്ങൾ എന്തൊക്കെയാ? പാമ്പ് ദൈവം, പശു ദൈവം, കാള ദൈവം, പിന്നെ പോത്ത് ദൈവം, പിന്നെ എലി ദൈവം, പുലി ദൈവം. ഇവിടെ എല്ലാ മൃഗങ്ങളും ദൈവങ്ങളാണ്. പശുവിനെ ദേഷ്യപ്പെടുത്തി പശു ഒരു കുത്തുകുത്താൻ വന്നു കഴിഞ്ഞാൽ, അയ്യോ പശുവിനെ തടയില്ലേ, അത് ദൈവമാണ്, ഒരു കുത്തിക്കോട്ടെ എന്നാ പറയുന്നത്. ദൈവം കുത്തട്ടെ, കുഴപ്പമില്ലെന്നാ പറയുന്നത്. എന്ത് സംഭവിച്ചു ദൈവമക്കളെ? ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണം 21-ാം വാക്യമാണ് കേട്ടോ. അത് നമ്മൾ വിട്ടുകളയരുത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യക്തരായി താങ്കളുടെ നിരൂപണം, സ്വന്തം നിരൂപണം, സ്വന്തം ആശയം, സ്വന്തം വാക്യം, സ്വന്തം അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കണക്കൂട്ടലുകൾ, അവരുടെ കാൽക്കുലേഷൻ. നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ കണക്കും നമ്മുടെ നിരൂപണങ്ങളൊന്നും വേണ്ട. ദൈവത്തിന്റെ കണക്കൂട്ടൽ മതി, ദൈവത്തിന്റെ വചനം മതി, ദൈവത്തിന്റെ വ്യവസ്ഥ മതി, ദൈവത്തിന്റെ കൽപ്പനകൾ മതി. നമുക്ക് നമ്മുടേതായിട്ടൊന്നും വേണ്ട. ദൈവവചന വ്യവസ്ഥ പ്രകാരം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ. 24-ാം വാക്യം, അതുകൊണ്ട്
ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇതിലൊക്കെ. ദൈവത്തിന്റെ സത്യം ക്രിസ്തുവാണ്. അതിനെ വ്യാജമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിനെ വിറ്റ് തിന്നുകയാണ്. ക്രിസ്തുവിനെ വെച്ച് കാശുണ്ടാക്കുക. ക്രിസ്തുവിന്റെ പേരിൽ മണിമന്ത്രങ്ങൾ ഉണ്ടാക്കുക. മറ്റാത്തിൽ ചെന്നപ്പോ ബെഥസ്താക്കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അതിന്റെ ലക്ഷ്യമാണ് ഞാൻ വിമർശിക്കുന്നത്. ഈ കുളത്തിൽ സ്വർണം ഇടാം, വളയിടാം, മാലയിടാം, താലിയിടാം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കുളം അരച്ചു പറക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഓർണമെന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോസ്തലന്മാർ ആരെങ്കിലും ചെയ്തോ? ഇല്ലേ? കർത്താവിന്റെ ശിഷ്യന്മാർ ആരെങ്കിലും ചെയ്തോ? പ്രവൃത്തി മൂതി പറയുന്നത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അവരിൽ ആത്മശക്തി ഉണ്ടായി. അവർ ദൈവകൃപയെ ആവരിച്ചു. അവർ ദൈവാത്മാവിന്റെ ശക്തിയുടെ കേന്ദ്രങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അതൊക്കെ വിറ്റ് കാശാക്കിയില്ലേ? ആരുടെ വെള്ളിയോ പൊന്നും ഞാൻ മോഹിച്ചില്ല. പ്രവൃത്തി 20 പൗലോസ് പറഞ്ഞു, ആരുടെയും വെള്ളിയും പൊന്നും ഞാൻ മോഹിച്ചില്ല. ഇന്നിപ്പോ വെള്ളി പൊന്നും മതിയല്ലോ. അമ്മാമ്മയെ സ്വോത്രം വെച്ചിടാൻ കാശില്ലേ? ഇല്ല ഇല്ല, കൊണ്ടുവന്നില്ല. മാലയിട്ടോ, വളയിട്ടോ. ഒരു പാസ്റ്റർ വീട്ടിൽ ചെന്ന സഭയിൽ ചെന്ന ഒരു സഹോദരിയുടെ 5 പവന്റെ മാല കൂടി ചോദിച്ചു. ഇച്ചിരി കഴിയുമ്പോൾ എടുത്തു തരാം. വളരെ കോവിഡായി കൊണ്ടു. ബുദ്ധിമുട്ടായി, ഞെരുക്കങ്ങളായി, പ്രയാസമായി. ഭർത്താവ് ചോദിച്ചു. ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതൊന്നും രക്ഷിക്കപ്പെട്ടല്ലെന്നേ. ഈ മാലയും വള ഇട്ടിട്ട് വന്നിരിക്കുക. അപ്പം വീട്ടിലെ ഭർത്താവ് ചോദിച്ചു, നമുക്ക് ആ മാല എവിടെ പണയം വയ്ക്കാൻ? മാല പാസ്റ്ററിനോട് ചോദിച്ചു. പ്രശ്നമായി. ചിന്തിച്ചു നോക്കി. പാസ്റ്ററിന്റെ കടം മാറ്റാൻ സഭയിൽ വരുന്ന അമ്മാമ്മയുടെ മാല. ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യന്മാർ ആരെങ്കിലും അത് ചെയ്തോ? അപ്പൊ ക്രിസ്തുവിനെ വ്യാജമാക്കി കളയല്ലേ? സത്യത്തെ അവർ വ്യാജമാക്കുകയല്ലേ? ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാൻ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. അടുത്ത്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. ഞങ്ങളുടെ പാസ്റ്റർ വന്ന് പ്രസംഗിച്ചാലേ ഞങ്ങൾ പ്രസംഗിക്കുള്ളൂ. വേറെ ആരും പ്രസംഗിച്ചാലോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആൾദൈവങ്ങൾ. ഈ കൊലോസ്യ ലേഖനത്തില് ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് എന്നൊരു വചനമുണ്ട്. എന്താ വചനം പറയുന്നത്? സഭയിലെ ശുശ്രൂഷകന്മാരെ ദൂതന്മാരായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. അവരെ അങ്ങ് ആരാധിക്കുക. ഞങ്ങളുടെ അച്ചായൻ പ്രസംഗിച്ചാലേ ഞങ്ങൾ കേൾക്കുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ പ്രസംഗിക്കുന്നവർ അതൊന്നും അങ്ങോട്ട് കേൾക്കത്തില്ല. അച്ചായൻ എന്ത് ചള്ളു വിളിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് മതി. കാരണം അച്ചായൻ ഫുൾ വെള്ളയും ഇട്ടിരിക്കുക. അതുകൊണ്ട് അച്ചായൻ പറയുന്നതൊക്കെ ശരിയാ. ഹല്ലേലൂയ. അതിന് പൗലോസ് ഒരു കണ്ണട നടത്തുന്നുണ്ട്. അറിയാമോ വാക്യം? ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന കപടന്മാർ, കപടവിശ്വാസി. വേഷത്തിൽ ഭക്തി. വെള്ളയോടൊന്നും ഞാനിതിനില്ല, കഴിയുന്നത് വെള്ളയിൽ കിട്ടും. ഞാനും വെള്ളം ഉണ്ടാക്കിയിരുന്ന. അപ്പൊ കളറെന്നുള്ളൊരു സംഭവം അവിടെ മാറുമല്ലോ. കളറിനോടുള്ള ആർത്തിയൊക്കെ തീരുമല്ലോ. ഹല്ലേലൂയ. വസ്ത്രധാരണത്തിലും മറ്റു ഭൗതിക കാരണങ്ങളിലുള്ള ആർത്തി, അതിന്റെ പിന്നിലൊക്കെ ഈവിൾ സ്പിരിറ്റ് ആണെന്ന് വാസ്തവത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കി. ഹല്ലേലൂയ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിട്ടാണ് നമ്മൾ തീരേണ്ടത്. ഈ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ കാര്യങ്ങളുണ്ട്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം, സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം, ആ ദൈവിക സ്വഭാവത്തിന്റെ ഗുണഗണങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. ആരാണ്? അവനാണ് ക്രിസ്തുവിലെ മനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ. ഇനി നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച് പെട്ടെന്ന് നിർത്തിയിട്ട് മറ്റു വിഷയത്തിലേക്ക് വരാം. അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 26 തൊട്ട്. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. വായിച്ചാട്ടെ. അവരുടെ അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവളുടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങൾ തന്നെ പ്രാപിച്ചു. ശാപഗ്രസ്തമായി തീർന്നു മനുഷ്യൻ.
കോട്ടും ടൈം ഇട്ട് നടക്കുന്ന മനുഷ്യൻ ജനത്തെ കൊന്നുമുടിക്കുക, ഒരു ദേശത്തെ മുഴുവൻ ബോംബ് ചെയ്ത് നശിപ്പിക്കുക, പാപം പിടിച്ച സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരുപാധികം കൊന്നൊടുക്കുന്ന ഹീന ജന്തുക്കളായി മനുഷ്യന്മാർ, ഹല്ലേലൂയ, രക്തദാഹികളായി മനുഷ്യന്മാർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗാനുരാഗികളായി മാറി. മനസ്സിലായി? ലോകം മുഴുവൻ സ്വർഗാനുരാഗികളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരുന്നു. സൗദി അറേബ്യയിൽ വന്ന് 2 പെൺകുട്ടികൾ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയാ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നില്ല, നമുക്ക് വീട്ടിൽ പോകണ്ട, നമുക്ക് രണ്ടും കൂടി ജോലി ചെയ്ത് കല്യാണം കഴിച്ച് ജീവിക്കാം. പ്രബുദ്ധരായ കേരളക്കാരെ അത് കണ്ടതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. 2 ആണുങ്ങൾ കൂടി കല്യാണം കഴിച്ച് ഇവിടെ കണ്ട് ജീവിക്കുന്ന ചരിത്രങ്ങളുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ ചിന്തകളൊക്കെ. ഇഷ്ടം പോലെ ഈ ചെറുത്താന്റെ സന്തതിയിൽ അവിടെ ഇവിടങ്ങളിലായി ജീവിച്ചു കൊണ്ടിരിക്കുക. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. 6 മാസത്തേക്ക് ഒരാള് വലിച്ചെറിഞ്ഞിട്ട് ഇഷ്ടം പോലെ ജീവിക്കുക, തങ്ങൾക്ക് ബോധിച്ചതുപോലെ. ഒരു ഡിസ്ക് ഞാൻ ചെയ്തായിരുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ പരിപാടി. തങ്ങൾക്ക് ബോധിച്ചതുപോലെ. ഇവിടെ അത് തന്നെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ. സ്ത്രീയോട്, പുരുഷനോട്. എങ്ങനെയുണ്ട്? ഇടയ്ക്കൊരു വാപ്പാനോട് ഒരു മുസ്ലിം സഹോദരി പറഞ്ഞു, അപ്പ എനിക്ക് കല്യാണം. എന്താ കാര്യം? എൻ്റെ കല്യാണം കഴിഞ്ഞു. ആരുമായിട്ട്? എൻ്റെ കൂട്ടുകാരിയ. ഈ വചനം നിറവേറിയോ? ഹല്ലേലൂയ. അടുത്തൊരു വായിച്ചു നിർത്തിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന്റെ തക്കവണ്ണം ദൈവം വരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നികൃഷ്ട ബുദ്ധി. അതിന് വേണമെങ്കിൽ നമുക്കൊരു ഒരു പര്യായം കൊടുക്കാം. ഒരു മൃഗത്തിന്റെ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, നികൃഷ്ടൻ, മനസ്സാക്ഷിയില്ലാത്തവൻ, മനുഷ്യന്റെ യാതൊരു ഗുണവും ചൊവ്വയും നിറവുമില്ലാത്തവൻ. ഏത് ഹീനപ്രവൃത്തി ചെയ്യാൻ മടിയില്ലാത്തവൻ. ലോകത്ത് കിടക്കുന്ന മനുഷ്യർ അതാണെന്ന് ചിന്തിച്ചോണേ. വിശുദ്ധന്മാരൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. ക്രിസ്ത്യൻ കൺട്രി ആയിരിക്കാം, പക്ഷെ ഇവരെ പോലെ യൂസ്ലെസ് ലോകത്ത് വേറെ കാണത്തില്ല. ഹല്ലേലൂയ. ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് പാപം ചെയ്യുന്നവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് പറഞ്ഞു വന്നതിന്റെ പ്രധാന കാരണം, ഇന്ന് ലോകത്ത് കിടക്കുന്ന മനുഷ്യന്റെ ചിത്രമാണ് റോമർ 1:18 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ. അതൊന്ന് വായിച്ചങ്ങ് വിട്ടു പോകാച്ചാ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. ഉരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്രോഹികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ആ മനുഷ്യരായിട്ട് ജീവിക്കുന്നേ ഈ ഗ്രൂപ്പ് 7-10-21 പാപത്തിൽ കിടന്ന് മൂങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ പിന്തുടർച്ചക്കാരാണ് ഈ ലോകത്ത് കിടക്കുന്ന മനുഷ്യര്. അവരാ നമ്മളെ ഭരിക്കുന്നത്, അവരാ നമ്മുടെ MLA-മാര്, അവരാ നമ്മുടെ ജനപ്രതിനിധികള്. ഹല്ലേലൂയ. പാവം പിടിച്ചൊരു സഹോദരനെ 58 വെട്ടിയിട്ട് 59ാമത്തെ വെട്ടാൻ കത്തിയുമായിട്ട് ഓങ്ങി നിൽക്കുന്ന ഒരു ചിത്രം എന്റെ മനസ്സിൽ വരും. എന്തോ ഒരു ഭയങ്കരം. അവരുടെ ഇടയിലാണ് നമ്മുടെ സുവിശേഷത്തിന്റെ പ്രസക്തി. ഈ സുവിശേഷം പ്രസംഗിച്ച് ഈ നികൃഷ്ട ബുദ്ധിയിൽ കിടക്കുന്ന മനുഷ്യരെ ക്രിസ്തുവിന്റെ മക്കളാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്തമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിലെന്ത് വേണം? കർത്താവിന്റെ ശിഷ്യന്മാരെ പോലെ
ആത്മശക്തി പ്രാപിക്കണം, ദൈവകൃപ പ്രാപിക്കണം, ആത്മഫലങ്ങൾ പ്രാപിക്കണം. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ, സൗമ്യത, ഇന്ദ്രിജയം. ഈ വഴിക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസിന്റെ പ്രത്യാശ ഉള്ള ശുശ്രൂഷകന്മാർ ഇന്ന് ലോകത്തുണ്ടോ? ഈ ശരീരം വിട്ടാൽ, ഞാൻ വിഷയത്തിലേക്ക് കയറില്ല, ഈ ശരീരം വിട്ടാൽ എനിക്കൊരു സ്വർഗീയ ശരീരം കിട്ടും. അതാ പൗലോസിന്റെ പ്രത്യാശ. ഈ ഭൂമിയിൽ തന്റെ ഭൗതിക ശരീരത്തെ നീചന്മാർ അടിച്ചു നോവിച്ചു. ഹല്ലേലൂയ. ഒന്ന് കുറേ എത്ര പറഞ്ഞ? ഒന്ന് കുറേ 40 അടി. എത്ര പ്രാവശ്യം? 5 വട്ടം. 5 വട്ടം. അപ്പൊ എത്ര അടിയായി? 195 അടി. അതിലെ ചരിത്രത്തിൽ ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണ്. ആ അടിക്കുന്ന അതിന്റെ അറ്റത്ത് ഇരുമ്പ് കട്ട കിട്ടി. ചുട്ടക്കുളത്ത് കാണും, ചുട്ടക്കുളത്ത് കട്ടാവിനടിച്ചു. ഇത് അടിക്കുമ്പോൾ ഇതിന്റെ വേദന കൊണ്ട് പൊളയും. പുതിയ നിയമസഭയുടെ ലേഖനങ്ങൾ ശുശ്രൂഷകന്മാരെ, ഇന്നത്തെ പാസ്റ്റർമാരെ തെറ്റിച്ചു കളയുന്ന ഞങ്ങളുടെ പട്ടണത്തിലുള്ള ഒരു പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. ഞാൻ അതിനെതിരെ ഒരു പ്രസംഗം എഴുതിയിട്ടുണ്ട്. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ പ്രസംഗം കേട്ട് പോകുമ്പോൾ പറയാൻ പറ്റും. ഹല്ലേലൂയ. പൗലോസ് അടിയേറ്റ എന്തിനാ? ഈ പ്രമാണം നമുക്ക് തരാം. ഞാൻ നല്ല പോലെ പൊരുത് ഓട്ടത്തിൽ വെച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ലേഖനങ്ങൾ എഴുതി പൂർത്തീകരിച്ച് മഹത്വത്തിൽ പ്രവേശിച്ചു പൗലോസ്. ആ ലേഖനങ്ങൾ വെച്ച് അമ്മാനമാടുക, കാശുണ്ടാക്കുക, പണം സമ്പാദിക്കുക, കോടികൾ സമ്പാദിക്കുക. എന്നിട്ട് സുവിശേഷകന്മാരെന്ന് പറഞ്ഞ ലേബലിൽ വിലസുകയാണ്. ന്യായവിധി വരുന്നുണ്ട്, ദൈവത്തിന്റെ ന്യായവിധി. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ. ദൈവങ്ങളെ ഞാൻ എന്തിനാ വിളിച്ച് പറയുന്നത്? അത്ര വേദനയുണ്ട്. പൗലോസ് പറയാ, ഈ കൂടാരത്തിൽ നിന്ന് ഞങ്ങൾ അടി കൊണ്ടും തൊഴി കൊണ്ടും, ഇപ്പൊ പറഞ്ഞല്ലോ 195 അടിയും, പിന്നെ കടലിലെ ആപത്ത്, കള്ളസവർമാരിലെ ആപത്ത്, ആ ആപത്ത്, ഈ ആപത്ത്, ആപത്തുകളുടെ ഒരു ഘോഷയാത്ര തന്നെ പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും പൗലോസ് പറയുക, കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യദാനമായ കെട്ടിടം സ്വർഗത്തിലുണ്ട്, ഞങ്ങൾക്ക് രൂപാന്തര ശരീരം കിട്ടുമെന്നാണ് പൗലോസ് പറയുന്നതിന്റെ അത്യാർത്ഥം. അടുത്ത വാക്യം വായിക്കാം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ള. അതെന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ ദൈവാത്മാവിൽ ഗ്രഹിച്ചെടുക്കേണ്ട വിഷയങ്ങളാണ്. ദൈവം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്കൊരു രക്ഷാവസ്ത്രം കിട്ടി. ഞങ്ങൾക്ക് ദൈവം നീതീകരിച്ചു, നീതിയിൽ വസ്ത്രം കിട്ടി. ഈ രക്ഷാവസ്ത്രവും നീതി വസ്ത്രവും വെളിപ്പാട് 3 അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. വസ്ത്രം നഷ്ടപ്പെട്ടവനാണ് നഗ്നനായത്. പരിശുദ്ധങ്ങളുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട കുരുടനായത്. ഉപദേശം നഷ്ടപ്പെട്ടവനാണ് ദരിദ്രനായത്. ദൈവസഭയുടെ സമ്പത്ത് ഉപദേശമാണ്. ഉപനിധി കണ്ടോ? 10 ഉപദേശം. അപ്പൊ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഇരിക്കുന്നത്. ഇന്നത്തെ അനേക പാസ്റ്റർമാരെ, ശുശ്രൂഷകന്മാരെ എടുത്ത് പഠിച്ചാൽ അവർ ആത്മീകമായി രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തി, നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി. ഞങ്ങളത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. തേജസ് നഷ്ടപ്പെട്ടവനായിട്ടല്ല, തേജസ് കർത്താവിൽ കൂടി ലഭിച്ചവനായിട്ടല്ല, കർത്താവിന്റെ ഉള്ളിൽ വസിക്കുന്നു. കർത്താവാണ് വസ്ത്രം. അതെ, കർത്താവ് തന്ന നീതിയിൽ വസ്ത്രം, രക്ഷാവസ്ത്രം, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഞങ്ങളെ ഇരിക്കുക. അതുകൊണ്ട് ഈ കൂടാരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് എന്തില്ല, കുറിച്ചുക്കും വരാനില്ല. ഈ കൂടാരം പൊളിഞ്ഞു പോയാൽ പൗലോസ് പറയുന്നു കൊലോസ്യരോട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നു. തേജസ്സോടെ കർത്താവ് തന്നെ ജീവിക്കുക. ഞങ്ങളുടെ കൂടാരം പൊളിഞ്ഞു പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ ഇതിനെ സേഫ് ആക്കുന്നില്ല. ഇന്ന് സേഫ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് പലരും അവരുടെ ശരീരത്തെ മിനുക്കി സേഫ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ? പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു വേറെ ഭാഗത്ത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഇനി അടുത്ത വാക്യം, 3-ാം വാക്യം വായിക്കും. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഈ കൂടാരമായ ശരീരത്തിന്റെ മുകളിൽ ഒരു സ്വർഗീയ ശരീരം, തേജസ്സിന്റെ ശരീരം, ഇതെപ്പോഴാ കിട്ടുന്നത്? കർത്താവിന്റെ മറവിൽ. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹമുണ്ടോ പാസ്റ്റർമാരെ? ഈ ആഗ്രഹമുണ്ടോ വിശ്വാസികളെ? ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താലോലിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? ജഡത്തിൻ്റെതാണോ അത് ദൈവത്തിൻ്റെതാണോ? പൗലോസ് പറയുന്നു, എന്റെ ആഗ്രഹം, 3-ാം വാക്യം വായിച്ച, ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ശരീരം ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. തമിഴ് ബൈബിളിൽ അതുണ്ടെന്നാ പറയുന്നത്. വാക്യം എടുത്ത് വായിച്ച് നോക്കിക്കോണേ, തമിഴ് ബൈബിൾ. ഈ ശരീരത്തിന്റെ മേൽ ഒരു തേജസ്സിന്റെ ശരീരം ധരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഈ ശരീരത്തെ മോടി പിടിപ്പിക്കാനല്ല ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. ഇത് മണ്ണാണ്. ഈ മണ്ണാങ്കട്ടെ ഇത് അലിഞ്ഞു പോകും. ആര് ചെത്താലും കൊണ്ട് കുടിച്ചിടും. പുഴു തിന്നും, അല്ലെങ്കിൽ തീ തിന്നും, അല്ലെങ്കിൽ നമ്മുടെ പാർസികളുടെ വ്യവസ്ഥ അനുസരിച്ച് പക്ഷികൾ തിന്നുകൊണ്ടു. ഇന്നിപ്പോ തീ തിന്നുകയെന്ന് പറഞ്ഞാൽ എൽസിക്ക് കൊണ്ടുവന്ന് ദഹിപ്പിച്ച് കളയാം. 5 മിനിറ്റ് കൊണ്ട് സംഭവം. മറ്റതങ്ങനെയല്ല. തീ കത്തി വയറ് പൊട്ടി ഒരുത്തൻ്റെ മേത്തോട്ട് ചോര തെറിച്ച് വിടണമെന്നൊക്കെ പറയും. ഫുട്ബോളിൻ്റെ ചോര വയറിങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡിങ്ങനെ തെറിക്കും. തുപ്പിലാകുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലന്റെ ചിന്ത, പൗലോസിന്റെ ചിന്ത, ഈ കൂടാരമായ ശരീരം അലിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? തേജസ്സിന്റെ ശരീരം കിട്ടും. അതാണ് ഞങ്ങൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 കൊരിന്ത്യർ ലേഖനം, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. 2 കൊരിന്ത്യർ 4-ലുണ്ട്. അത് ഇവിടെ തന്നെ കിടപ്പുണ്ടത്. ഇവിടെ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിന്റെ നിത്യഘനം, തേജസ്സിന്റെ ശരീരം. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് എനിക്ക് കിട്ടാൻ പോവുക. ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ വേണ്ടി ദൈവം തേജസ്സിന്റെ ശരീരത്തോടെ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. ആ തേജസ്സിന്റെ ശരീരം ആദാം നഷ്ടപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമ വിശ്വാസിയെ, പഴയ നിയമ ദൈവമക്കൾക്ക് അത് കർത്താവ് തിരിച്ചു തരാൻ പോകുകയാണ്. അത് വേണോ? ഈ ലോകത്തിന്റെ പ്രതാപം വേണോ? കർത്താവ് ചോദിച്ചു താത്താൻ, അല്ലേ? ഇതെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. യേശുവിനോട് താത്താൻ ചോദിക്കുക, നിനക്കിത് വേണോ? ഈ ലോകത്തിന്റെ സകല മഹത്വവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആര് പരമേൽപ്പിച്ചു? ആദാം ഹവ്വയും കൂടി ഏൽപ്പിച്ചു കൊടുത്തു. നീ എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. ഈ കല്ല് മുഴുവൻ അപ്പമാക്കും. എടുത്ത് ചാട്, ഞാൻ കാത്തുകൊള്ളാം. കർത്താവ് അവിടെ ഒന്നും കുലുങ്ങില്ല. വചനമെന്ന വാളെടുത്ത് ശക്തമായി പ്രഹരിക്കുന്ന ഒരു കർത്താവിനെയാണ് മത്തായി 4-ൽ, ലൂക്കോസ് 4-ൽ വായിച്ചു പഠിച്ചു നമ്മൾ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എന്താണ്? തേജസ്സിന്റെ ശരീരമാണോ? ഹല്ലേലൂയ. എനിക്കത് പറയുമ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കുക. ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ രോഗമുള്ള ശരീരം മാറാൻ പോവുക. കർത്താവിൻ്റെ വരവിൽ എൻ്റെ ക്ഷീണമുള്ള ശരീരം മാറാൻ പോവുക. എപ്പോഴും വെള്ളം കുടിക്കണമെന്നുള്ള ആ ശരീരത്തിന് വ്യത്യാസം വരാൻ പോവുക. എപ്പോഴും യൂറിന് പോകണമെന്നുള്ള ശരീരത്തിന് വ്യത്യാസം വരാൻ പോവുക. എപ്പോഴും ക്ഷീണം കൊണ്ട് കിടക്കണമെന്ന് ചിന്തിക്കുന്ന ശരീരത്തിന് വ്യത്യാസം വരാൻ പോവുക. രോഗം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശരീരത്തിന് വ്യത്യാസം വരാൻ പോവുക. കാകളൊന്ന് ധ്വനിച്ചു കിട്ടിയാൽ സംഭവം ഓക്കെ. അതാണ് കർത്താവിന്റെ ശിഷ്യന്മാരെ കൂടെ നടന്ന പൗലോസിന്റെ പത്രോസിന്റെ ഒക്കെ പ്രത്യാശ. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരെ, നിങ്ങൾക്കതുണ്ടോ? അതാണ് എന്റെ ചോദ്യം. വായിക്കട്ടെ, അടുത്ത വാക്യം. ഉരുവാനല്ല മറ്റുമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ കൊടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം. മധ്യമായെന്ന് പറഞ്ഞാൽ മരണത്തിനതീതമായ ഈ ശരീരം ദൈവത്തിന്റെ ജീവൻ വന്നു കഴിയുമ്പോൾ ഈ മർത്യ ശരീരം മാറി ഒരു ജീവന്റെ തുടിപ്പുള്ള ഒരു പുതിയ ശരീരം യേശു ക്രിസ്തുവിന് കിട്ടിയതുപോലെ ഒരു ശരീരം. 1 യോഹന്നാൻ 3-ന്റെ 2-ാം പ്രിയമുള്ളവരെ, നാം ഇന്നതാകും ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യം വരാം. ഹല്ലേലൂയ.